Hi all, welcome to the class. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ATM ആണ്, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. അപ്പോൾ ഈ ബാങ്കിങ് ഫെസിലിറ്റീസിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് ATM സർവീസ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ATM സർവീസ്. അപ്പോൾ ATMനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ATM ഈസ് ആൻ ഇലക്ട്രോണിക് ബാങ്കിങ് മെഷീൻ കയോസ്ക് ദാറ്റ് അലൗസ് കസ്റ്റമേഴ്സ് ടു കംപ്ലീറ്റ് സം ബാങ്കിങ് ട്രാൻസാക്ഷൻസ്. മീൻസ് കസ്റ്റമേഴ്സിന് ചില ബാങ്കിങ് ട്രാൻസാക്ഷൻ ആൾമോസ്റ്റ് എല്ലാ ബാങ്കിങ് ട്രാൻസാക്ഷൻസും കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രോണിക് ബാങ്കിങ് മെഷീൻ ആയിട്ടുള്ള കയോസ്ക് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ് ATM മെഷീൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ കസ്റ്റമേഴ്സ് ടു വിഡ്രോ മണി അറ്റ് എനി ടൈം. ഏത് ടൈം വേണമെങ്കിലും നമുക്ക് ATM മെഷീൻസ് യൂസ് ചെയ്തിട്ട് amount withdraw ചെയ്യാൻ കഴിയും. It can also be used to check balance, transfer funds and get mini statements, make payments etc. മീൻസ് ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിൽ ഉപരിയായിട്ട് ബാലൻസ് ചെക്ക് ചെയ്യാനും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും മിനി സ്റ്റേറ്റ്മെൻറ്റ്സ് എടുക്കാനും പേയ്മെൻറ്റ്സ് നടത്താനും ഒക്കെ ATM വഴി നമുക്ക് സാധിക്കും. ATMs are placed at strategic locations such as bank premises, airports, railway stations, marketplaces, important junctions, busy routes etc. ATMs പൊതുവെ കാണാറുള്ളത് സ്ട്രാറ്റജിക് ലൊക്കേഷൻസിലായിട്ടുള്ള ബാങ്ക് പ്രിമൈസസിൽ, അതുപോലെ തന്നെ എയർപോർട്ടിൽ, റെയിൽവേ സ്റ്റേഷൻ, മാർക്കറ്റ് പ്ലേസസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജംഗ്ഷൻസിൽ, ബിസി റൂട്ട്സിൽ ഒക്കെയാണ്. ഇറ്റ് ഈസ് എ സെൽഫ് സർവീസ് ബാങ്കിങ് കയോസ്ക്. കസ്റ്റമേഴ്സ് കൻ ആക്സസ് ദിയർ ബാങ്ക്. ATM എന്ന് പറയുന്നത് സെൽഫ് സർവീസ് ബാങ്കിങ് കയോസ്ക് ആണ്. കസ്റ്റമേഴ്സിന് ബാങ്കിൻ്റെ ഒരു സ്റ്റാഫിൻ്റെയും സഹായം കൂടാതെ തന്നെ ATM മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ബാങ്കിങ് സർവീസ് ആക്സസ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ്, കസ്റ്റമേഴ്സ് ക്യാൻ ആക്സസ് ദിയർ ബാങ്ക് അക്കൗണ്ട്സ് ത്രൂ ATM വിത്ത് എ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഓർ മൊബൈൽ ആപ്പ്. കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ മൊബൈൽ ആപ്പോ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിന് ATMൽ ഇവിടെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ കഴിയും. ഇറ്റ് എനേബിൾസ് ടു ഡു ബാങ്കിങ് ഓപ്പറേഷൻസ് 24 hours 87 days എ വീക്ക്. മീൻസ് 24 hours അതുപോലെ തന്നെ വീക്ക്ലി എല്ലാ ഡേയിലും ബാങ്കിങ് സർവീസസ് നമുക്ക് ATM വഴി ആക്സസ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് നമുക്ക് ATMൻ്റെ ഹിസ്റ്ററി നോക്കാം. ദ ഫസ്റ്റ് ATM എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് എ ബ്രാഞ്ച് ഓഫ് ബാർക്ലേസ് ബാങ്ക് ഇൻ ലണ്ടൻ ഇൻ 1967. 1967 ലണ്ടനിലെ ബാർക്ലേസ് ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചിലാണ് ആദ്യമായിട്ട് ATM എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ATM 1967 കാര്യം ഓർക്കുക. ജോൺ ഷെപ്പേർഡ് ബാരൻ ലെഡ് ദ ടീം ദാറ്റ് ഇൻസ്റ്റാൾഡ് ദ ഫസ്റ്റ് ക്യാഷ് മെഷീൻ. ഈ ഒരു ഫസ്റ്റ് ക്യാഷ് മെഷീനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ ലീഡ് ചെയ്തിട്ടുള്ള ടീമിൻ്റെ ഹെഡ് ജോൺ ഷെഫേർഡ് ബാരൻ ആയിരുന്നു. ദ ഫസ്റ്റ് ATM ഇൻ ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ 1987 ബൈ HSBC ഇൻ മുംബൈ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ATM സെറ്റ് ചെയ്തിട്ടുള്ളത് 1987 ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. HSBC ബാങ്കാണ്, മുംബൈയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അറ്റ് ദ പ്രസൻറ്റ് ദർ ആർ 2,08,480 ATMs ഇൻ ഇന്ത്യ. ഡിസംബർ 2020 കണക്ക് പ്രകാരം ഇന്ത്യയിൽ 2,08,480 ATMs ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുണ്ട്. ATMs ആർ അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. അപ്പോൾ ഈ ഒരു ATM ബാങ്കിങ് സർവീസ് എന്ന് പറയുന്നത് ATM മെഷീൻസ് പല ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ്. മീൻസ് സോളാർ ATMs, ടോക്കിംഗ് ATM, ഫ്ലോട്ടിംഗ് ATM ഓൺ വീൽ, അങ്ങനെയുള്ള പല രീതിയിലുള്ള ATM സർവീസുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ATM നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് ഓപ്പറേഷൻ. ഓപ്പറേഷൻസിൻ്റെയും ഓണർഷിപ്പിൻ്റെയും ബേസിൽ ATMനെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യുന്ന നോക്കാം. ഫസ്റ്റ് വൺ റെഡ് ലേബൽ ATM ആണ്. മീൻസ് ബാങ്ക് ഓൺഡ് ATM ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ബാങ്ക്സ്. ഇറ്റ് ഹാവ് എ ബാങ്ക് ലോ. ഒരു ബാങ്കിൻ്റെ ATM ആ ബാങ്ക് തന്നെ ഓൺ ചെയ്യും, ആ ബാങ്ക് തന്നെ മാനേജ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നത് റെഡ് ലേബൽ ATM എന്നാണ്. അങ്ങനെ ബാങ്ക് ഓൺ ചെയ്ത് ബാങ്ക് മാനേജ് ചെയ്യുന്ന ATM ആണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ ബാങ്കിൻ്റെ ലോഗോ ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, വൈറ്റ് ലേബൽ ATM ആണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ATM ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ പ്രൈവറ്റ് പാർട്ടീസ്. പ്രൈവറ്റ് പാർട്ടീസ് ആണ് ATM ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി ബാങ്ക് ലോഗോ. അതുകൊണ്ട് തന്നെ ആ ഒരു ATMൽ ബാങ്കിൻ്റെ ലോഗോ ഉണ്ടായിരിക്കില്ല. ഏത് ബാങ്കിൻ്റെ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ലോഗോ ഉണ്ടായിരിക്കില്ല. അതിൽ നമുക്ക് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ATM ആണ് ഇന്ത്യ വൺ ATM എന്ന് പറയുന്നത്. അത് എന്താണ്? പ്രൈവറ്റ് പാർട്ടീസ് ഹോൾഡ് ചെയ്യുന്ന ATM ആണ്. എക്സാമ്പിളാണ് ഇന്ത്യ വൺ ഉണ്ട്, ഇന്ത്യ ക്യാഷ്, മണി സ്പോട്ട്, ഇതൊക്കെ വൈറ്റ് ലേബൽ ATMസിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ്, ബ്രൗൺ ലേബൽ ATM ഉണ്ട്. ബ്രൗൺ ലേബൽ ATMൻ്റെ പ്രത്യേകത പറയുന്നത് ATM ഓൺഡ് ബൈ പ്രൈവറ്റ് പാർട്ടീസ്. ഇവിടെ പ്രൈവറ്റ് പാർട്ടീസ് ആണ് ATM ഓൺ ചെയ്യുന്നത്. ബട്ട് എന്താണ്? ക്യാഷ് മാനേജ്മെൻറ്റ് ഈസ് ഡൺ ബൈ ബാങ്ക്സ്. പക്ഷേ ഇവിടെ ക്യാഷിൻ്റെ മാനേജ്മെൻറ്റ് നടത്തുന്നത് ബാങ്കുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഏത് ബാങ്കാണോ ആ ഒരു മാനേജ്മെൻറ്റ് നടത്തുന്നത്, ക്യാഷ് മാനേജ്മെൻറ്റ് നടത്തുന്നുള്ളത്, അവരായിരിക്കും അവരുടെ ബാങ്ക് ലോഗോ
ഇതിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ATM മുകളിൽ ലോഗോ ഉണ്ടാവും, പക്ഷെ ഓൺ ചെയ്യുന്നത് പ്രൈവറ്റ് പാർട്ടീസ് ആണ്. ഇത്തരം ATMs ആണ് ബ്രൗൺ ലേബൽ ATM. നെക്സ്റ്റ് സർവീസസ് അവൈലബിലിറ്റി ATM ആണ്. ATM പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവീസസ് ആണ്. ഫസ്റ്റ് വൺ ബേസിക് ആയിട്ട് ക്യാഷ് വിഡ്രോവൽ ആണ്. നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത് ATMന് യൂസ് ചെയ്യുന്നത് ക്യാഷ് വിഡ്രോവൽസിന് വേണ്ടിയിട്ടാണ്. കാർഡ് ആൻഡ് കാർഡ്ലെസ് വിഡ്രോവൽസ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ATMലൂടെ. നെക്സ്റ്റ് ATM പിൻ ജനറേഷൻ ആൻഡ് ചേഞ്ച് ഓഫ് പിൻ. അപ്പോൾ ATM യൂസ് ചെയ്തിട്ട് നമുക്ക് പുതിയ ATMൻ്റെ പിന്ന് ജനറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പഴയ ATMൻ്റെ പിന്ന് ചേഞ്ച് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് ബാലൻസ് എൻക്വയറി ആണ്. വ്യൂ ഓർ പ്രിൻറ്റഡ് റെസിപ്റ്റ്. ATM യൂസ് ചെയ്ത് നമുക്ക് ബാലൻസ് വ്യൂ ചെയ്യാനും കഴിയും, അതുപോലെ തന്നെ പ്രിൻറ്റഡ് റെസിപ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അതും കിട്ടും. നെക്സ്റ്റ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പേയ്മെൻറ്റ്, നമുക്ക് ATM യൂസ് ചെയ്ത് LIC പ്രീമിയം അടയ്ക്കാൻ കഴിയും. നെക്സ്റ്റ് മിനി സ്റ്റേറ്റ്മെൻറ്റ്സ് എടുക്കാം. നെക്സ്റ്റ് സർവീസ് കാർഡ് ടു കാർഡ് ഫണ്ട് ട്രാൻസ്ഫർ. ഒരു കാർഡിൽ നിന്ന് വേറൊരു കാർഡിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അതുപോലെ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്സ് നടത്താം. പ്രീപെയ്ഡ് മൊബൈൽ റീചാർജ്, ചെക്ക് ബുക്ക് റിക്വസ്റ്റ്, ചെക്ക് ബുക്കിന് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കാൻ കഴിയും. പേയ്മെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി ബിൽസ്, നമ്മൾ യൂട്ടിലിറ്റി ബിൽസ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ അടയ്ക്കാൻ കഴിയും. മൊബൈൽ ബാങ്കിങ് രജിസ്ട്രേഷൻ, മൊബൈൽ ബാങ്കിങ്ങിന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യാം. ഡൊണേഷൻസ്, ചാരിറ്റി, ഇതെല്ലാം ATM യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് സർവീസസ് അവൈലബിൾ അറ്റ് ATM. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ATM ആണ്. ATM യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വൺ, ATMs ആർ ലൊക്കേറ്റഡ് അറ്റ് കൺവീനിയൻറ്റ് ലൊക്കേഷൻസ്. നമ്മൾ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയാസിലും ATM ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ATM വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസിലുള്ളതെന്നുള്ളത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇറ്റ് ഓഫർ എനി ടൈം മണി, നമുക്ക് 24 hours അല്ലെങ്കിൽ വീക്കിലി 7 days ATM സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് ക്യാഷ് ഓഫർ ചെയ്യുന്നുണ്ട് ATM. നെക്സ്റ്റ് ATM ഓഫേഴ്സ് വൈഡ് റേഞ്ച് ഓഫ് ബാങ്കിങ് സർവീസസ്. അപ്പം ATM ജസ്റ്റ് ക്യാഷ് വിഡ്രോവൽ മാത്രമല്ല, ഒരുപാട് ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന മെഷീനാണ്. ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് വർക്ക് ലോഡ് ഓഫ് ദി ബാങ്ക്. ബാങ്കിൻ്റെ വർക്ക് ലോഡ് ഒരു പരിധി വരെ ബേസിക്കായിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസും ATM ചെയ്യുന്നതുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടി ATM ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കസ്റ്റമേഴ്സ് ക്യാൻ ആക്സസ് ബാങ്ക് അക്കൗണ്ട് ഫ്രം എനിവെയർ. മീൻസ് ഏത് ബാങ്കിൽ അക്കൗണ്ടുള്ള ആളാണെങ്കിലും ഏത് സമയത്തും ഏത് സ്ഥലത്തും വെച്ചിട്ട് നമുക്ക് അയാളുടെ അക്കൗണ്ട്, കസ്റ്റമേഴ്സിന് അവരുടെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും ഏത് സ്ഥലത്ത് വെച്ചിട്ടാണെങ്കിലും. നെക്സ്റ്റ് ഇറ്റ് ഓഫേഴ്സ് സർവീസസ് അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ഓർ ലോ കോസ്റ്റ്. ATM സർവീസസ് എന്ന് പറയുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. പ്രത്യേകിച്ചൊരു കോസ്റ്റും ഈടാക്കുന്നില്ല. അല്ലെങ്കിൽ ചില ബാങ്കുകൾ വളരെ ലോ കോസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ് ATM സർവീസസ്. എല്ലാ പ്ലേസിലും ഈ ഒരു ATM സർവീസ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇറ്റ് ഫെസിലിറ്റേറ്റ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ബാങ്കിങ് സർവീസാണ് ATM. അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ATM. താങ്ക് യു.